Hi everybody, SCC, Contemporary Language Skills for Science, Semester 4. So today in this paper, we are going to discuss the chapter Scientist and the Power of Imagination. Scientist and the Power of Imagination is a documentary. ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്ന കാര്യം എന്താണ്? ആ ഹെഡിങ്ങിൽ തന്നെ, അതായത് സയൻറ്റിസ്റ്റ് ആൻഡ് ദ പവർ ഓഫ് ഇമാജിനേഷൻ, അതായത് പവർ ഓഫ് ഇമാജിനേഷനെ കുറിച്ചാണ്. സയൻറ്റിസ്റ്റിൽ അതല്ലെങ്കിൽ സയൻസിൽ ഈ ഇമാജിനേഷൻ്റെ പവർ എത്രത്തോളമാണ്, അതിൻ്റെ റോൾ എത്രത്തോളമാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി എന്താണ് ഇമാജിനേഷൻ? ചിന്തകളാണ്, ക്രിയേറ്റീവായിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള തോട്ട്സുകളാണ്. ഇന്ന് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും സയൻസിൽ, ഈ വേൾഡിൽ കണ്ടുപിടിക്കപ്പെട്ടുള്ള ഡിസ്കവറീസ്, ഇൻവെൻഷൻസ്, തിയറീസ്, അതിൻ്റെ ഒക്കെ പുറകിൽ ഒരു ചിന്തയുണ്ട്. ചിന്ത അതല്ലെങ്കിൽ ആ ഒരു ഇമാജിനേഷൻ. ചിന്തയുടെ പുറത്താണ് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത്. പക്ഷികൾ പറക്കുന്നത് കണ്ടപ്പോൾ അതുപോലെ മനുഷ്യനും പറക്കണമെന്നുള്ള മനുഷ്യൻ്റെ ചിന്തയുടെ പുറത്തുനിന്നാണ് വിമാനം ഉണ്ടാകുന്നത്. അപ്പം അതേപോലെ എന്തൊക്കെ ഡിസ്കവറീസ്, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ, എന്തൊക്കെ തിയറികൾ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ പുറകിൽ ഒരു ചിന്തയുണ്ട്, ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്, ഒരു ഇമാജിനേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വലിയ റോളുണ്ട്, വലിയൊരു പവറുണ്ട്. ഒരു സയൻസിനെ മോൾഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിനെ വാർത്തെടുക്കുന്നതിൽ ഇമാജിനേഷന്, അവൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമാജിനേഷൻ്റെ ആ ഒരു പവർ എന്താണ്, അതിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ഡോക്യുമെൻ്ററി. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ ദ ഡോക്യുമെൻ്ററി. എന്തൊക്കെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ പറയുന്നത്? See, the documentary says imagination is more important than knowledge because knowledge is limited. സോ നോളേജിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആണ് എന്നാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ പറയുന്നത്. അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നോളേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഇമാജിനേഷൻ എന്ന് പറയുന്നത് അതിന് പരിധിയില്ല. ഇമാജിനേഷൻ ഹെൽപ്സ് സയൻറ്റിസ്റ്റ് ഡിസ്കവർ ന്യൂ ഐഡിയാസ് ഓർ ന്യൂ തിങ്സ്. സോ ഇമാജിനേഷൻ സയൻറ്റിസ്റ്റുകളെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സയൻസ് ഡസ് നോട്ട് ഗ്രോ ഓൺലി ബൈ ഫാക്ട്സ് ബട്ട് ആൾസോ ബൈ ക്രിയേറ്റീവ് തിങ്കിങ്. സോ ഫാക്റ്റ് എന്ന് വെച്ചാൽ വസ്തുതകൾ, സത്യാവസ്ഥകൾ. സോ മുമ്പിലുള്ള വസ്തുതകൾ അനുസരിച്ച് മാത്രമല്ല സയൻസ് വളർന്നിട്ടുള്ളത്, പകരം പലരുടെയും ക്രിയേറ്റീവായുള്ള തിങ്കിങ്, ക്രിയേറ്റീവായുള്ള ഇമാജിനേഷൻ, അതൊക്കെ സയൻസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. മെനി ഡിസ്കവറീസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് ആസ് ഐഡിയാസ് ഇൻ ദ സയൻറ്റിസ്റ്റ് മൈൻഡ്. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ആദ്യകാലങ്ങളിൽ, പണ്ട് കാലങ്ങളിൽ അത് സയൻറ്റിസ്റ്റുകളുടെ ഐഡിയാസ് ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അവർ ഇമാജിൻ ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡിലുള്ള ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഐഡിയ, ആ ഒരു സംഭവമാണ് പിന്നീട് കണ്ടുപിടിക്കപ്പെടുകയും അല്ലെങ്കിൽ ഒരു ഡിസ്കവറി ആയിട്ടൊക്കെ പിന്നീട് അത് ഫോം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. വില്യം ഹാർവേ, ഒരു സയൻറ്റിസ്റ്റിനെ, കുറച്ച് ഒന്ന് രണ്ട് സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വില്യം ഹാർവേ ഇമാജിൻഡ് ഹൗ ബ്ലഡ് മൂവ്സ് ഇൻ ദ ബോഡി. സോ ബോഡിയിൽ ബ്ലഡ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം ഇമാജിൻ ചെയ്യായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പിന്നീടാണ് അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയുന്നുണ്ട്. ഐസക് ന്യൂട്ടൻ ഇമാജിൻഡ് വൈ ദ ആപ്പിൾ ഫാൾസ് ഡൗൺ ആൻഡ് ഫൗണ്ട് ദ ലോ ഓഫ് ഗ്രാവിറ്റി. ഈ ആപ്പിൾ എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് താഴേക്ക് വീഴുന്നു എന്നുള്ളത് അദ്ദേഹം അത് ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഇമാജിനേഷൻ, ആ ഒരു തോട്ട്, അതാണ് ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ കാരണമായിട്ടുള്ളത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇമാജിൻഡ് ട്രാവലിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഡെവലപ്ഡ് ഹിസ് തിയറി. ഐൻസ്റ്റീൻ അദ്ദേഹം ട്രാവലിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വേഗത, മറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ആദ്യം ഇമാജിൻ ചെയ്യുകയാണ്, അത് ചിന്തിക്കുകയാണ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. അങ്ങനെയാണ് പിന്നീട് അത് ഡെവലപ്പായിട്ടൊരു തിയറി ആയിട്ട് അദ്ദേഹം അത് ഫോം ചെയ്തത്. ഇമാജിനേഷൻ ഹെൽപ്സ് സയൻറ്റിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് തിങ്സ് ദേ കനോട്ട് സീ ലൈക്ക് ആറ്റംസ് ആൻഡ് സ്പേസ്. ഇറ്റ് ഹെൽപ്സ് ദം ക്രിയേറ്റ് എ മെൻ്റൽ പിക്ചർ ഓഫ് കോംപ്ലെക്സ് ഐഡിയാസ്. ഈ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ആറ്റം അതല്ലെങ്കിൽ സ്പേസിനൊക്കെ പോലെ കാണാൻ പറ്റില്ലെങ്കിൽ പോലും ഒരുപാട് റോളുള്ള, അതല്ലെങ്കിൽ പലതിൻ്റെയും ഒരു മെൻ്റൽ പിക്ചറാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ദം ക്രിയേറ്റ് എ മെൻ്റൽ പിക്ചർ ഓഫ് കോംപ്ലെക്സ് ഐഡിയാസ്. വളരെ കോംപ്ലെക്സ് ഐഡിയാസ്, അതിൻ്റെ ഒരു മെൻ്റൽ പിക്ചർ, മനസ്സിൽ വരയ്ക്കുന്ന ഒരു ഏകദേശ ചിത്രരൂപം, അതാണ് ഈ പറയുന്ന ഇമാജിനേഷൻ. ഇമാജിനേഷൻ ഹെൽപ്സ് ഇൻ സോൾവിങ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. ഒത്തിരി പ്രയാസമേറിയ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇമാജിനേഷൻ കാരണമായിട്ടുണ്ട്.
ഇറ്റ് മേക്സ് സയൻറ്റിസ്റ്റ് ടു തിങ്ക് ഇൻ എ ന്യൂ ആൻഡ് ഡിഫറെൻറ്റ് വേയ്സ്. സയൻറ്റിസ്റ്റുകളെ പുതിയ രീതിയിലും വേറിട്ട രീതിയിലും വ്യത്യസ്തമായ രീതിയിലും ഒക്കെ ചിന്തിക്കാൻ ഇമാജിനേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെനി ഇൻവെൻഷൻസ് ലൈക്ക് ദി ടെലഫോൺ ആൻഡ് എയർപ്ലെയിൻ വെർ വൺസ് ഓൺലി ഐഡിയാസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ടെലഫോൺ അതല്ലെങ്കിൽ എയർപ്ലെയിൻ ഇതൊക്കെ പണ്ടൊരിക്കൽ പലരുടെയും ഐഡിയാസ് ആയിരുന്നു, പലരുടെയും ഇമാജിനേഷൻ ആയിരുന്നു എന്ന് പറയുകയാണ്. ഇമാജിനേഷൻ ചേഞ്ചസ് ഹൗ വി സീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. ഈ ഇമാജിനേഷന് മാറ്റങ്ങൾ വരും. എങ്ങനെ? ഇമാജിനേഷൻ ചേഞ്ചസ് ഹൗ വി സീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. നമ്മളെങ്ങനെയാണ് ലോകത്തിനെ നോക്കിക്കാണുന്നത്, നമ്മളെങ്ങനെയാണ് ലോകത്തിനെ മനസ്സിലാക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരും. എഡ്യൂക്കേഷൻ ഷുഡ് എൻകറേജ് ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ ഇമാജിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും എന്ന് പറയുകയാണ്. എഡ്യൂക്കേഷൻ ഷുഡ് എൻകറേജ് ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. കാരണം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, പലതും അറിയാനുള്ളൊരു ത്വര, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ക്യൂരിയോസിറ്റിയും ക്രിയേറ്റിവിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്റ്റുഡൻസ് ഷുഡ് ബി അലൗഡ് ടു തിങ്ക് ഫ്രീലി ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഫ്രീ ആയിട്ട് ചിന്തിക്കുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. സോ സ്റ്റുഡൻസ് ഷുഡ് ബി അലൗഡ് ടു തിങ്ക് ഫ്രീലി. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ സ്റ്റുഡൻസിന് പറ്റണമെന്ന് പറയുകയാണ്. അതേപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, അതിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിനെക്കുറിച്ചും അല്ലാത്തതുമെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കൂടി വേണം. വാക്കിംഗ് ആൻഡ് അപ്പോൾ ഇതൊക്കെ ഈ ഇമാജിനേഷൻ നമുക്ക് എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം, എങ്ങനെ കൊണ്ടുവരാം, നല്ല രീതിയിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്, എന്തൊക്കെ വഴികൾ എന്നുള്ളത് നോക്കി. വാക്കിംഗ് ആൻഡ് ഡേ ഡ്രീമിങ് ക്യാൻ ക്രിയേറ്റ് ന്യൂ ഐഡിയാസ്. നടത്തം നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പകൽക്കിനാവ് കാണുന്നത്, പകൽ സ്വപ്നങ്ങൾ കാണുന്നത്, അതൊക്കെ ദേ ക്യാൻ ക്രിയേറ്റ് ന്യൂ ഐഡിയാസ്. പുതിയ പുതിയ ഐഡിയാസ് ഫോം ചെയ്യാൻ അതല്ലെങ്കിൽ ഉടലെടുക്കാൻ കാരണമാകും എന്ന് പറയുകയാണ്. ആവശ്യമില്ലാത്ത പകൽക്കിനാവായിരിക്കരുത്, കാണരുത് എന്ന് മാത്രം. റീഡിങ് ഹെൽപ്സ് അസ് സീ തിങ്സ് ഫ്രം ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് റീഡിങ് എന്ന് പറയുന്നത്. റീഡിങ്, നല്ല വായനാശീലമുള്ളൊരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരു ഇമാജിനേഷൻ പവർ ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ ഐഡിയാസ്, കോൺസെപ്റ്റുകൾ അടുക്കി വയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കും. സോ റീഡിങ് ഹെൽപ്സ് as see things from different viewpoints. വ്യത്യസ്തമായ വ്യൂ പോയിൻറ്റിലൂടെ കാര്യങ്ങളെ നോക്കാനും വിശകലനം ചെയ്യാനുമുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ റൈറ്റിംഗ് ഹെൽപ്സ് അസ് എക്സ്പ്രസ് അവർ ഐഡിയാസ് ക്ലിയർലി. നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് കൃത്യമായി, സ്പഷ്ടമായി, വ്യക്തമായി അത് എഴുതാൻ, അതല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അത് സഹായിക്കും. ഇതൊക്കെ ഒരു ഇമാജിനേഷൻ, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല സയൻസിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു ഇമാജിനേഷൻ്റെ റോളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഇമാജിനേഷൻ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം, ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ വാക്കിങ്ങും ഡ്രീമിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ അതിൽ പെടും. മെഡിറ്റേഷൻ ഹെൽപ്സ് അസ് തിങ്ക് കാംലി ആൻഡ് ഡീപ്ലി. അതുപോലെ തന്നെ മറ്റൊന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നമ്മളെ വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡീപ്പായിട്ട് ചിന്തിക്കാനും ഒക്കെ പ്രേരിപ്പിക്കും. സോൾവിങ് പസിൽസ് ഇംപ്രൂവ്സ് ക്രിയേറ്റീവ് തിങ്കിങ്. പസിൽസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. വെൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് വർക്ക് ടുഗെദർ ന്യൂ ഐഡിയാസ് ആർ ക്രിയേറ്റഡ്. വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുന്ന സമയത്ത് പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വർക്കിംഗ് ടുഗെദർ ബ്രിങ് ഫ്രഷ് ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഒരു കൂട്ടായ പ്രയത്നം എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യപ്പെടും. ന്യൂ ടെക്നോളജീസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹെൽപ്പ് ഇമാജിനേഷൻ ഗ്രോ. പിന്നീട് പറയുന്നത് AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള പുതിയ ടെക്നോളജി തീർച്ചയായിട്ടും ഇമാജിനേഷനെ വളർത്താൻ സഹായിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് സയൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഇമാജിനേഷൻ. ദ ഫ്യൂച്ചർ ഓഫ് സയൻസ്, ഓക്കെ, ദ സയൻസിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എവിടെയാണ്? ഇമാജിനേഷനിലാണ് എന്നൊരു പോയിൻ്റ് പറയുകയാണ്. സയൻസിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇമാജിനേഷനിലാണ്. ഇമാജിനേഷൻ വിൽ കണ്ടിന്യൂ ടു ബ്രിങ് ന്യൂ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്. ഈ ഇമാജിനേഷൻ ഇനിയും തുടരും. ഇമാജിനേഷൻ വിൽ കണ്ടിന്യൂ ടു ബ്രിങ് ന്യൂ ഡിസ്കവറീസ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ, പുതിയ പുതിയ ഇൻവെൻഷൻസും ഡിസ്കവറീസും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇനിയും ഈ ഇമാജിനേഷൻ തുടരും, അതിൻ്റെ പ്രയാണം തുടരും. സോ ഇമാജിനേഷൻ്റെ ഒരു റോള് എന്താണ്? ഇമാജിനേഷൻ്റെ ഒരു റോള് സയൻസ് എന്നുള്ള വേൾഡിൽ, അതല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇമാജിനേഷൻ്റെ റോള് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. Scientist and the power of imagination.
സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമാജിനേഷൻ്റെ പവർ, അതല്ലെങ്കിൽ ഇമാജിനേഷൻ്റെ ഒരു റോൾ എന്താണ്, ഒരു സയൻസിനെ അതല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിനെ വാർത്തെടുക്കുന്നതിൽ ഇമാജിനേഷൻ്റെ റോൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഈ ഇമാജിനേഷൻ നമ്മൾ ക്രിയേറ്റീവായ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്, ഒരു വ്യക്തിയിൽ എങ്ങനെയൊക്കെയാണ് ഇമാജിനേഷൻ വളർത്തിക്കൊണ്ടുവരേണ്ടത്, അതിനെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മനോഹരമായ ഒരു ചെറിയ ഡോക്യുമെൻ്ററി ഫിലിമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. So students, hope you understood. Anyway, bye all. Thank you.